രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മരിക്കുവോളം രോഗങ്ങളിൽ നിന്ന് അള്ളാഹു കാവൽ നൽകും. അതുമാത്രമല്ല, രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ രണ്ട് വാക്കുകൾ പറഞ്ഞിട്ട് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമത്രേ. അത്ര അത്ഭുതകരമായ ആ വാക്കുകൾ ഏതാണെന്നും കൂടെ നമുക്ക് പഠിക്കണം. 1000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്, മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക. മറക്കരുത്, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും നല്ല പോസിറ്റീവ് എനർജി നിറഞ്ഞൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞൊരു പ്രഭാതം കൂടെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അവരുടെ വലിയൊരു സന്തോഷം നമ്മോട് അറിയിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്കും നമുക്കും ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഈ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് സന്തോഷ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ സഹോദരി എന്നോട് പറഞ്ഞ സന്തോഷം കേട്ടിട്ട് എൻ്റെ മനസ്സും അങ്ങ് നിറഞ്ഞു. അവർ കരഞ്ഞുകൊണ്ടാട്ടോ എന്നോട് പറയുന്നത്, ഉസ്താദ്, എൻ്റെ മകൻ 4 കൊല്ലമായിട്ട് എന്നോട് മിണ്ടാറില്ലായിരുന്നു. 4 കൊല്ലമായിട്ട് എന്നോട് സംസാരിക്കാത്ത എൻ്റെ മകൻ ഇന്നലെ എൻ്റെ അടുത്ത് വന്നു ഉസ്താദെ. ഈ സ്വബാഹുൽ ഖൈർ തുടങ്ങിയപ്പോൾ മുതൽ ഈ ഹംദ് പറയുന്ന സമയത്തൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഒരൊറ്റ ആഗ്രഹമാണ്, പടച്ചോനെ എൻ്റെ മോനൊന്നും എൻ്റെ അടുത്ത് വന്നിരുന്നെങ്കിൽ അവൻ്റെ പെണ്ണിൻ്റെ വാക്ക് കേട്ടിട്ട് 4 കൊല്ലമായി എൻ്റെ അടുത്ത് വരാത്ത എൻ്റെ മകൻ ഇന്നലെ എൻ്റെ അടുത്ത് വന്നു. ഉമ്മാക്കെന്താ വേണ്ടതെന്ന് ചോദിച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു, എനിക്കുമ്മ പുറത്ത് തരണമെന്ന് പറഞ്ഞു, എൻ്റെ കാല് പിടിച്ച് കരഞ്ഞു, അവൻ്റെ കണ്ണുനീർ കൊണ്ട് അവൻ എൻ്റെ കാല് കഴുകി. ഉസ്താദെ, എൻ്റെ പൊന്നുമോൻ ചോദിക്കുക ഉമ്മാക്കെന്താ വേണ്ടതെന്ന് എൻ്റെ പൊന്നുമോൻ ചോദിച്ചു ഉസ്താദെ എന്നാണ് പറഞ്ഞത്. അൽഹംദുലില്ലാ. എന്നിട്ട് ഉമ്മ പറയുന്നുണ്ട്, ഉസ്താദെ വേറൊന്നുമല്ല, ഞാൻ എൻ്റെ റബ്ബിനെ ദിനേന സ്തുതിച്ചു. ഈ സ്വബാഹുൽ ഖൈറിലൂടെ അൽഹംദുലില്ലാ ഞാൻ പറഞ്ഞു. മനസ്സറിഞ്ഞ് അൽഹംദുലില്ലാ പറഞ്ഞപ്പോൾ എൻ്റെ നാഥൻ എനിക്ക് ഉത്തരം തന്നു. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് കരച്ചിൽ നിർത്തുന്നില്ല. യാ റബ്ബന, ഇതുപോലെ സന്തോഷം അനുഭവിക്കാൻ നിൻ്റെ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കൊക്കെ തൗഫീക്ക് നൽകണേ തമ്പുരാനെ. അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. എത്ര ആളുകളാണ് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. എത്ര പേരുടെ ജീവിതത്തിൽ സന്തോഷം ഈ സ്വബാഹുൽ ഖൈർ കൊണ്ട് ലഭിക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു അതിങ്ങനെ വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. മറക്കരുത്, പല ആളുകളും നമ്മുടെ വീഡിയോസൊന്നും ഷെയർ ചെയ്യുന്നില്ല. പെട്ടെന്ന് വ്യൂവേഴ്സൊക്കെ കുറഞ്ഞല്ലോ, എന്തു പറ്റി? എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ. ഇൽമ് നമ്മൾ പകർന്നു കൊടുക്കുമ്പോൾ, ഒരാൾക്ക് പകർന്നു കൊടുത്താൽ നമ്മൾ കാരണം ഒരു ഹംദ് പറയാൻ ഒരു തൗഫീക്ക് വർക്കുണ്ടായാൽ മതിയില്ലേ, നമ്മൾ രക്ഷപ്പെട്ടില്ലേ. അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണ് നമ്മളിന്ന് പറയുന്നത്. എപ്പോഴും രോഗമാണെന്ന് പറയുന്ന ആളുകളില്ലേ, എപ്പോഴും രോഗം, ഒരു ബറക്കത്തില്ല. എന്നാലേ മരിക്കുവോളം നിങ്ങൾക്ക് വലിയ പ്രയാസങ്ങളില്ലാത്ത മാരക രോഗങ്ങൾ കടന്നു വരാതിരിക്കാൻ നിങ്ങളുടെ ജീവിതത്തിൽ 2 കാര്യങ്ങളുണ്ടോയെന്നൊന്ന് പരിശോധിക്കണം. നിങ്ങളുടെ വീട്ടിൽ 2 കാര്യങ്ങളുണ്ടോയെന്ന് പരിശോധിച്ചോ. ആ 2 കാര്യം കൃത്യമായി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ മരിക്കുവോളം ആഫിയത്ത് ഉണ്ടാകും, ആരോഗ്യം ഉണ്ടാകും. ചെറിയ രോഗങ്ങളൊക്കെ വന്നാലും നിങ്ങൾ തളരില്ല, നിങ്ങളുടെ ആരോഗ്യസ്ഥിതി നഷ്ടപ്പെടില്ല, നല്ല ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. മരിക്കുവോളം ആഫിയത്ത്, നിന്ന് നിസ്കരിക്കാനുള്ള ഒരു തൗഫീക്ക് കിട്ടും. അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ കേട്ടിട്ടില്ലേ ഫിർഔനെ കുറിച്ച്? ആരാണ് ഫിർഔൻ? ധിക്കാരിയായ ഭരണാധികാരി, ഏറ്റവും വലിയ തെമ്മാടിയായ ഭരണാധികാരി. അഹങ്കാരികളായ എല്ലാ മനുഷ്യർക്കും താക്കീത് നൽകാൻ വേണ്ടിയിട്ടാണ് അഴുകിപ്പോകാതെ ഇപ്പോഴും അവൻ്റെ ശരീരം റബ്ബുൽ ആലമീൻ സംരക്ഷിച്ചിട്ടുള്ളത്. റാംസസ് 2 അല്ലേ ഫിർഔൻ. ആ ഫിർഔൻ എത്ര വർഷം ജീവിച്ചു നിങ്ങൾക്കറിയോ? ആ ജീവിച്ച കാലം അത്രയും അവന് ഒരു രോഗം പോലും ഉണ്ടായിട്ടില്ല. ഇവനെ നശിപ്പിക്കണേന്ന് മൂസാ നബി ദുആയിരുന്നു. പക്ഷേ ഇവന് രോഗങ്ങൾ വരുന്നില്ലാന്നേ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിനോട് കാരണം ചോദിച്ചു. 2 കാരണങ്ങൾ പറഞ്ഞു പടച്ച റബ്ബ്. അള്ളാഹു മറുപടി കൊടുത്തത് 2 കാരണങ്ങളുണ്ട് മൂസ ഫിർഔന് മാരക രോഗങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ തന്നെ പിടിപെടാതിരിക്കാൻ കാരണം. മഹാന്മാർ പറയുന്നുണ്ട്, ലിഅന്നഹു ലബിസ 400 സന, 400 കൊല്ലം ഫിർഔൻ ജീവിച്ചു. എത്ര കൊല്ലം? 400 കൊല്ലം ജീവിച്ചിട്ട് ഒരു തലവേദന ഫിർഔന് വന്നിട്ടില്ല.
ഒരു പനി ഫിർഔന് വന്നിട്ടില്ല. എന്താണതിൻ്റെ കാരണം എന്നറിയോ? അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു കൊടുത്ത 2 കാര്യങ്ങളിൽ ഒന്ന്. ആ 2 കാര്യങ്ങൾ നമ്മൾ പതിവാക്കിയാൽ ഹെൽത്തിയായ ജീവിതം നമുക്ക് കിട്ടും. മരിക്കുവോളം നല്ല ആഫിയത്ത് കിട്ടും. നമ്മൾ തളരില്ല, തകരില്ല, തകർക്കാൻ കഴിയില്ല. അത്രത്തോളം നല്ല ഹെൽത്തിയായി നമ്മൾ മാറും. ഒന്നാമത്തെ എന്താണെന്നറിയോ? ഫിർഔൻ എല്ലാ ദിവസവും സുബ്ഹിയുടെ മുമ്പ് എഴുന്നേൽക്കും. സുബ്ഹിയുടെ മുമ്പ് എഴുന്നേൽക്കും. യാ അല്ലാ, അതായത് അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ നാഥൻ. ബാക്കിയുള്ള ദൈവങ്ങളൊക്കെ ചെറുതാണെന്ന് പറഞ്ഞ അഹങ്കാരിയായ, തെമ്മാടിയായ, അള്ളാഹുവിൻ്റെ പ്രവാചകനെ ആക്രമിച്ച ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയാണ് ആര്? ഫിർഔൻ. ആ ഫിർഔന് പടച്ചോൻ ദീർഘായുസ് കൊടുത്തതിൻ്റെ ഒരു കാരണം എന്താണ്? അവൻ സുബ്ഹിയുടെ മുമ്പ് എഴുന്നേൽക്കും. യാ റബ്ബി, അങ്ങനെയാണെങ്കിൽ വിശ്വാസികളായ, പടച്ച റബ്ബിനെ വിശ്വസിക്കുന്ന, മുത്തുനബിയെ വിശ്വസിക്കുന്ന നമ്മൾ സുബ്ഹിക്ക് മുമ്പ് എഴുന്നേറ്റാലും എന്തെല്ലാം മഹാഭാഗ്യം നമുക്ക് ലഭിക്കും ഇല്ലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. വല്ലാത്ത ബറക്കത്തുള്ള സമയമാണത്. അതായത് നമ്മൾ സുബ്ഹിയുടെ മുമ്പ് എഴുന്നേറ്റു, തഹജ്ജുദിൻ്റെ ടൈമിൽ എഴുന്നേറ്റിട്ട് സുബ്ഹി ബാങ്ക് വരെയുള്ള ഒരു സമയമുണ്ടല്ലോ, അതിന് വലിയ പ്രത്യേകതയുണ്ട്. അത് സ്വർഗത്തിലെ ചില നിമിഷങ്ങളാണ്, സമാധാനം ഇറങ്ങുന്ന നിമിഷമാണ്. ഒരു വല്ലാത്ത തണുപ്പ് ആ സമയത്ത് നമ്മൾ അനുഭവിക്കും അല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, അത് സ്വർഗത്തിലെ തണുപ്പാണ്. അതായത് തഹജ്ജുദിൻ്റെയും സുബ്ഹിയുടെയും ഇടയിലുള്ള, നമ്മൾ ഉറങ്ങി എഴുന്നേറ്റ് ഒരു കുറച്ചൊരു അരമണിക്കൂർ ഗ്യാപ്പ് ഉണ്ടല്ലോ സുബ്ഹിക്ക്, ആ ഒരു സമയത്ത് അടിച്ചു വീശുന്ന ആ ഒരു ഇളം തെന്നൽ, ഒരു ചെറിയ തണുപ്പ്, അത് സ്വർഗത്തിലെ തണുപ്പാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിക്കുന്നില്ലേ? അർശിൻ്റെ ചുവട്ടിൽ നിന്നൊരു കാറ്റിങ്ങനെ അടിച്ചു വീശും. ആ കാറ്റടിച്ച് വീശുന്ന സമയം സുബ്ഹിയുടെ തഹജ്ജുദിൻ്റെ ഇടയിലുള്ള സമയമാണെന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം. സ്വർഗത്തിനോട് പടച്ചവനൊന്ന് ഭംഗിയാകാൻ പറയുന്ന നിമിഷം, സ്വർഗം ഒന്ന് ഭംഗിയായി അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന നിമിഷമാണ്. അപ്പം എത്ര വലിയ അത്ഭുതമാണത്. അപ്പോൾ ഫജ്റിൻ്റെ മുൻപ് കൃത്യമായി തഹജ്ജുദൊക്കെ നിസ്കരിക്കുക, അതുപോലെ മറ്റേ ഇബാദത്തുകളിൽ മുഴുകുക. ആ ഒരു സമയം, തഹജ്ജുദിൻ്റെ സമയം മുതൽ കൃത്യമായി സുബ്ഹി ബാങ്ക് വരെയുള്ള സമയം, അതിനിടയിൽ നമ്മൾ എന്ത് ഇബാദത്ത് ചെയ്താലും അതിൻ്റെ പ്രതിഫലം 700 ഇരട്ടിയാണെന്ന് സ്വാലിഹ്യങ്ങൾ പറയുന്നത് കാണാം. ഇപ്പോൾ നമ്മൾ തഹജ്ജുദ് നിസ്കരിക്കും, ഒരു യാസീൻ ഓതാൻ പറ്റിയാലേ, ഒരു യാസീൻ്റെ കൂലി എന്താ? ഒരു ഖത്തം ഓതിയ കൂലിയാണ്, ഒരു ഖത്തുമ് തീർത്ത കൂലിയാണെന്നേ. അങ്ങനെയാണെങ്കിൽ ഈ സമയത്ത് യാസീൻ ഓതിയാലോ 700 ഖത്തും ഓതിയ പ്രതിഫലം ഇൻഷാ അല്ലാഹ് ലഭിക്കും. ഒരു യാസീന് 700 ഖത്തും ഓതിയ പ്രതിഫലം. യാ അല്ലാ, എത്ര വലിയ അത്ഭുതമാണത്! എത്ര വലിയ അത്ഭുതമാണ്. നമ്മൾ പണ്ടത്തെ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ ഈ സുബ്ഹിയുടെ മുമ്പ്, സുബ്ഹിക്ക് ശേഷമൊക്കെ യാസീൻ ഓതുന്നൊരു പതിവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പോയി. ഇപ്പോൾ മഗ്‌രിബിൻ്റെ ശേഷം പോലും ഓതുന്നില്ല. നമ്മൾ ഈ സമയത്തൊക്കെ കൂർക്കം വലിച്ച് ഇങ്ങനെ ഉറങ്ങാണ്. സുബ്ഹി ബാങ്ക് കേട്ടിട്ടും ഉറങ്ങുന്ന മനുഷ്യന്മാരുടെ ചെവിയിൽ പിശാച് മൂത്രമൊഴിക്കൂലേ? പിശാച് മൂത്രമൊഴിക്കണ വീട്ടിൽ പിന്നെ വല്ല സമാധാനം ഉണ്ടാവുമോ? അവന് പിന്നെ ആരോഗ്യം ഉണ്ടാവുമോ? പിശാചിൻ്റെ മൂത്രം വഹിച്ചുകൊണ്ട് നടക്കണവന് പിന്നെ എന്ത് ആരോഗ്യം, എന്ത് സമാധാനം, എന്ത് സന്തോഷം! ജീവിതം തകരൂലേ? അല്ലാഹു റബ്ബുൽ ആലമീൻ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഒരു 4 മണിക്ക് എണീറ്റാൽ മതി. 4:30 ബാങ്കെങ്കിൽ ഇല്ലേ? ഇപ്പോൾ എത്ര മണിക്കാണ് ബാങ്ക്? ഒരു 4:45 കഴിഞ്ഞിട്ടാണ്. ഒരു 4:15 എണീറ്റിട്ട് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞു, അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ സഹായം നമ്മിലേക്ക് ഇങ്ങനെ അടുപ്പിച്ച് തരുന്ന നിമിഷം, എന്തും ചോദിച്ചോ എന്ന് പടച്ചോൻ പറയണ നിമിഷം, ആ സമയത്ത് എഴുന്നേറ്റിട്ട് ഒരു നിസ്കാരമൊക്കെ കഴിഞ്ഞ് 2 റക്അത്തെങ്കിലും നിസ്കരിച്ചിട്ട് യാസീൻ ഓതി അള്ളാഹിനോട് ദ്വാരക്ക, പടച്ച റബ്ബ് നമുക്കെല്ലാം തരുമെന്നാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മൾ ഈ ഉറങ്ങി എഴുന്നേൽക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്തിലും പ്രത്യേകതയുണ്ട് അല്ലേ? ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് എപ്പോഴും എന്ത് ദിക്റാ ചൊല്ലേണ്ടത്? അൽഹംദുലില്ലാഹില്ലദീ അഹ്യാന ബഅദമ അമാതന വഇലൈഹിൻ നുശൂർ. എല്ലാവർക്കും അറിയാം ദുആ ഇല്ലേ? ആ ദിക്ർ എല്ലാവർക്കും അറിയാം. അതിനുശേഷം ഈ ഒരു ദിക്റും കൂടെ ഒന്ന് പറഞ്ഞു നോക്കിയേ. എന്താണ്? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലാഹുമ്മ ഗ്ഫിർലി. അള്ളാഹുവിനൊക്കെ മഹത്വപ്പെടുത്തിയിട്ട് അവസാനം പറയാം, പടച്ചോൻ എനിക്ക് പുറത്തു തരണേ. അള്ളാനെ ഹംദ് പറഞ്ഞിട്ട് പിന്നെ പറയുന്ന ദിക്റാണ്. ഈ ദിക്ർ ചൊല്ലിയിട്ട് എന്ത് ചോദിച്ചാലും, ആ സമയത്ത് എന്ത് ചോദിച്ചാലും അള്ളാഹു തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മനസ്സിലാവുന്നില്ല? എന്താ? നമ്മൾ ആദ്യം അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി എന്ന ദിക്ർ ചൊല്ലിയിട്ട് ഈ ദിക്ർ കൂടെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം അല്ലാഹുമ്മ ഗ്ഫിർലി. ഈ ദിക്ർ ചൊല്ലിയതിന് ശേഷം നിങ്ങൾ എന്ത് ചോദിച്ചാലും നിങ്ങളുടെ കാര്യം മുഴുവൻ റബ്ബിനോട് പറഞ്ഞു, അള്ളാഹു അതെല്ലാം എളുപ്പമാക്കി തരുമെന്ന് സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കണം. അങ്ങനെ എഴുന്നേറ്റിട്ട് പിന്നെ തഹജ്ജുദ് നിസ്കാരമായി. പിന്നെ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് കൈ ഉയർത്തുമ്പോഴേക്ക് ബാങ്ക് വിളിച്ചു. പിന്നെ
സുബഹ് നിസ്കാരമാണ്. സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്തുണ്ട്, അത് നഷ്ടപ്പെടുത്തരുതേ. ജീവിതത്തിൽ ആരോഗ്യം നിലനിർത്താൻ, നല്ല ഉന്മേഷം, തളർച്ചയില്ലാത്തൊരു ദിവസം കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് ഈ സുബഹിയുടെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോ. എന്നിട്ട് സുബഹി നിസ്കാരമൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ ഇബാദത്തുകളിൽ മുഴുകിയാൽ മരിക്കുവോളം മാരക രോഗങ്ങളിൽ നിന്നുള്ള കാവൽ തരും. നമ്മുടെ ആരോഗ്യം ക്ഷയിക്കില്ല, മരിക്കുവോളം ആഫിയത്ത് നമുക്കുണ്ടാകുമെന്ന് അള്ളാഹുവിൻ്റെ മഹാരഥന്മാർ പഠിപ്പിക്കുകയാണ്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ഇനി ഫിർഔന് രണ്ടാമത്തൊരു കാരണം എന്താണ്? എന്തുകൊണ്ടാണ് അവന് ആഫിയത്ത് കിട്ടിയത്? അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഫിർഔൻ ഒരിക്കലും ഭക്ഷണം വേസ്റ്റാക്കുമായിരുന്നില്ല. ഭക്ഷണം വേസ്റ്റാക്കില്ല. ഇപ്പോൾ പട്ടാളക്കാരായിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരു പത്തിരിയോ അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമോ വീണ് കിടപ്പുണ്ടെങ്കിൽ അതെടുത്ത് കഴുകി ഒന്നുകിൽ സ്വയം ഭക്ഷിക്കും, അല്ലെങ്കിൽ പട്ടാളക്കാരോട് ഭക്ഷിക്കാൻ പറയും. ഒരിക്കലും ഭക്ഷണം വേസ്റ്റാക്കുമായിരുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ തന്നെ കാണാമല്ലോ, ഭക്ഷണം വേസ്റ്റാക്കുന്നൊരു വീട്ടിൽ ദാരിദ്ര്യം വിട്ടുമാറില്ല, അവിടെ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും. ഒരിക്കലും ഒരു മണി അരി പോലും വേസ്റ്റാക്കരുത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു പാടാണത്. പാത്രത്തിൽ നിന്ന് താഴെ വീണാൽ കഴുകിയിട്ടാണെങ്കിലും ഭക്ഷിക്കണമെന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കറിയില്ല ഫി അയ്യി ഷൈഇൻ ബറക, ഏതിലാണ് ബറക്കത്തുള്ളത് നമുക്കറിയില്ലല്ലോ. ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയതിലായിരിക്കും ബറക്കത്ത്. അപ്പോൾ ബറക്കത്തില്ലാത്തത് തിന്ന് നമ്മൾ രോഗിയായാൽ ആരോഗ്യം ക്ഷയിക്കും, രോഗിയായാൽ സമ്പത്ത് മുഴുവൻ നശിക്കും. യാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് എത്ര പേര് രോഗികളാകുന്നുണ്ട്. ഒരു ഹദീസിന് പ്രകാരം ഇങ്ങനെ കാണാം, അതായത് ഈ ഭക്ഷണം വേസ്റ്റാക്കി കളഞ്ഞാൽ അവരുടെ പരമ്പരയിൽ ബുദ്ധിമാന്യമുള്ള കുട്ടികൾ ജനിക്കുമെന്നാണ്. യാ അല്ലാഹ്. ചിലപ്പോൾ നമ്മുടെ മക്കളായിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ നമ്മുടെ പരമ്പരയിൽ അങ്ങനെ ആയതായിരിക്കാം, അങ്ങനെ ഉണ്ടാകാം. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ചിലപ്പോൾ സ്വന്തം മക്കളും ബുദ്ധിമാന്യമുള്ളവരായേക്കാം. എന്തുകൊണ്ട്? നമ്മൾ ഭക്ഷണം വേസ്റ്റാക്കുന്നത് കൊണ്ട്. ഫിർഔൻ ഒരിക്കലും ഭക്ഷണം വേസ്റ്റാക്കുമായിരുന്നില്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഫിർഔനിൻ്റെ ജീവിതത്തിൽ മരിക്കുവോളം ഒരു തലവേദന പോലും ഇല്ലാതാക്കിയതിൻ്റെ കാര്യം. യാ അല്ലാഹ്. അപ്പം നമുക്ക് അള്ളാഹുവിൽ, അവൻ്റെ അന്ത്യദൂതരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, എല്ലാ പ്രവാചകന്മാരിലും നമ്മൾ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ച് നിൽക്കുന്നവരാണ്. ഈ 2 കാര്യങ്ങൾ നമ്മൾ കൃത്യാക്കിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ നമുക്ക് തൗഫീഖ് നൽകില്ലേ. എത്ര ആളുകളാണെന്നറിയോ ഭക്ഷണം ഇല്ലാതെ പ്രയാസപ്പെടുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ റസാ വ്ളോഗ്സ് കുടുംബത്തിൽപ്പെട്ടൊരു സഹോദരി, ഉസ്താദേ കഴിക്കാൻ ഭക്ഷണമില്ല, ഭർത്താവ് മരണപ്പെട്ടു, ഉസ്താദ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചപ്പോൾ അൽഹംദുലില്ലാ ആ സഹോദരിക്ക് നമ്മുടെ ഈ കൂട്ടായ്മയുടെ വക നമ്മൾ ചാരിറ്റി പ്രവർത്തനം നടത്തുന്നതിൽ നിന്നൊരു ഹദിയ കൊടുക്കാൻ പറ്റി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അതിൻ്റെ ഒരു ചെറിയ ഫലം വെച്ച് കണക്കൂട്ടിയാൽ തന്നെ നമുക്കെല്ലാവരും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അതിലില്ലേ? നമുക്കെല്ലാവർക്കും രക്ഷപ്പെടാനുള്ള മാർഗ്ഗം അതിലില്ലേ? അല്ലേ? അള്ളാഹ് തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? നമ്മളെന്തെങ്കിലും കൊടുക്കുമ്പോൾ ഇതെൻ്റെ സ്വത്താണെന്നല്ല, എൻ്റെ നാഥൻ്റെതാണ്. എൻ്റെ നാഥൻ്റെത് ഞാൻ അവകാശപ്പെട്ട ഒരാൾക്ക് കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മൾ കൊടുത്തത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. എത്ര മനുഷ്യരാ ശരിക്കും ഭക്ഷണം ഇല്ലാതെ വിഷമിക്കുന്നത്. വേസ്റ്റാക്കി കളയരുതേ. വേസ്റ്റാക്കിയാൽ റബ്ബിൻ്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരും. ചിലപ്പോൾ പടച്ചോനാ ഭക്ഷണം അങ്ങ് പിടിച്ചെടുത്താൽ പിന്നെ നമ്മൾ മറ്റുള്ളവൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടേണ്ടി വരൂലേ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ ഫിർഔന് ജീവിതത്തിൽ ആരോഗ്യം ലഭിച്ചത് 2 കാര്യങ്ങൾ കൊണ്ട്. ഒന്ന്, സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കും. സുബഹിയുടെ മുമ്പ് ഒരു ബറക്കത്തുള്ള സമയമാണ്. ആ സമയത്ത് കോഴി കൂവുന്നത് കേട്ടിട്ടില്ലേ? കോഴി കൂവുന്നത് മലക്കുകളെ കണ്ടിട്ടാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മലക്കുകളെ കണ്ട സമയത്ത് കോഴി കൂവുമ്പോൾ നിങ്ങൾ അള്ളാഹിനോട് അവൻ്റെ ഔദാര്യം ചോദിക്കണം. പടച്ചോനെ, നിൻ്റെ ഔദാര്യം നീ എനിക്ക് തരണേയല്ല, നിൻ്റെ കാരുണ്യം തരണേയല്ല. ആ സമയത്ത് അത് ലഭിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. മലക്കുകളെല്ലാം അടുത്ത് നിൽക്കണത്. അതിന് കോഴി എവിടെ ഉസ്താദ്? ഇന്നിപ്പോൾ കോഴിയൊന്നുമില്ല. കോഴിയെ വളർത്തുന്നത് നല്ലതാന്നേ. നമ്മുടെ വീട്ടിൽ മലക്കുകൾ വരാൻ കാരണമാവും. ഇരിക്കട്ടെ. അപ്പോൾ ഈ 2 കാരണങ്ങൾ, ഒന്നെന്താ പറഞ്ഞത്? സുബഹിയുടെ മുമ്പ് എഴുന്നേൽക്കും, മറ്റൊന്ന് ഭക്ഷണം വേസ്റ്റാക്കുമായിരുന്നില്ല. ഇത് 2 നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് മരിക്കുവോളം നമുക്ക് ആഫിയത്ത് ഉണ്ടാകുമെന്ന് സ്വാലിഹീങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നല്ല ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം എന്താണ്? ദാവൂദ് നബി അലൈഹിസ്സലാമിന് അള്ളാഹു ഇറക്കി കൊടുത്ത വേദം, ആ വേദത്തിൻ്റെ പേരെന്താണ്? ദാവൂദ് നബിക്ക് ഒരുപാട് മുഅ്ജിസത്തുകളുണ്ട് അല്ലേ? അതിലൊന്നാണ് ഇരുമ്പിനെ വളക്കുക. ഇരുമ്പെടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വളഞ്ഞു പോകുമായിരുന്നു. എത്ര കനമുള്ള ഇരുമ്പും സിമ്പിളായിട്ട് വളയ്ക്കാൻ കഴിയുമായിരുന്നു സയ്യിദുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാം. ദാവൂദ് നബിക്ക് ഇറക്കിയ വേദം അത് സംഗീതമായിരുന്നു, ഒരു പാട്ട് പോലെ. ദാവൂദ് നബി ഇങ്ങനെ ആ വേദം ഓതുന്നത് കേട്ടാൽ കിളികൾ പോലും മിണ്ടൂല, മിണ്ടാതെ കേട്ടിരിക്കും. അത്ര സ്വരമാധുര്യം ഉണ്ടായിരുന്നു സയ്യിദുനാ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്. ആ വേദം ഏതാണ്? കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി
عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله رب العالمين അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ പറഞ്ഞത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പടച്ചവനെ, തളർന്നു പോകുന്ന അസുഖങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. സ്വന്തം സന്താനങ്ങൾ പോലും അറപ്പോടെ വെറുപ്പോടെ നോക്കുന്ന രോഗങ്ങളെ തരല്ലേ അല്ലാ. നല്ല എനർജറ്റിക്കായ പോസിറ്റീവായ ദിവസം സമ്മാനമായി ഈ ഹംദിൻ്റെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. ഈ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് ഒരുപാട് മുറാദുകൾ ഞങ്ങളുടെ മനസ്സിലുണ്ട്. അതൊക്കെ നീ ഹാസിലാക്കി തരണേ അല്ലാ. സമാധാനമുള്ള ജീവിതം നൽകണേ അല്ലാ. സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. ഇണകളെ മക്കളെ നന്നാക്കണേ അല്ലാ. സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. അദബുള്ളവരാക്കണേ അല്ലാ. പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാ. ഒരുപാട് പരീക്ഷകൾ എഴുതാൻ കാത്തിരിക്കുന്നവരുണ്ട്. ഉന്നത വിജയം നൽകണേ അല്ലാ. ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. ഹൈറായ ജോലി നൽകണേ അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാ. പലരും അസുഖബാധിതരാണ്. ക്യാൻസറും ട്യൂമറും കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. എല്ലാവർക്കും ശിഫാ നൽകണേ അല്ലാ. മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ ശമനം നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ തമ്പുരാനെ, കടബാധ്യതകൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ കടങ്ങളേറ്റെടുക്കണേ അല്ലാ. ഭക്ഷണത്തിന് മുട്ട് നൽകല്ലേ അല്ലാ. പടച്ചവനെ, മറ്റുള്ളവരെ സഹായിക്കാനുള്ള തൗഫീക്കും സന്മനസ്സും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. അർഹമുർ-റഹീമായ കരുണക്കടലായ റബ്ബേ, പടച്ചവനെ, ഒരുപാട് പ്രവാസികളുണ്ട്. ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. യാ റബ്ബന, സിഹറുകൾ കണ്ണേറുകൾ ബാത്തുലാക്കണേ അല്ലാ. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. ഖൈറായ ജോലി നൽകണേ അല്ലാ. ഉള്ള ജോലിയിൽ ഞങ്ങൾക്ക് നീ ബറക്കത്ത് നൽകണേ അല്ലാ. വിവാഹപ്രായം എത്തിയവരുണ്ട്. അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്. ഖൈറായ ഭവനം നൽകണേ അല്ലാ. ഗർഭിണികളുണ്ട്. സുഖപ്രസവം നൽകണേ അല്ലാ. എല്ലാ തടസ്സങ്ങളും നീ അകറ്റണേ അല്ലാ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ തുടങ്ങി എല്ലാവർക്കും മഗ്ഫിറത്ത് നൽകണേ അല്ലാ. ഖബറിടം പ്രകാശപൂരിതമാക്കണേ അല്ലാ. അദാബിലാക്കല്ലേ അല്ലാ. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് സദസ്സ് കാണുന്നതിൽ ഒരുപാട് പ്രായം ചെന്നവരുണ്ട്. എല്ലാവർക്കും, ഞങ്ങൾക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ ത്വാഅത്തിലായി നൽകണേ അല്ലാ. അവസാനം ഈ മനസ്സലാമത്താക്കണേ അല്ല. പുണ്യഭൂമിയിൽ ചെല്ലാതെ മരിപ്പിക്കല്ലേ അല്ല. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും, ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്ന, ഇത് കേൾക്കുന്ന, മുടങ്ങാതെ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ആരംഭപ്പൂവായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നിന്റെ കാരുണ്യം കൊണ്ട് ഒരുമിപ്പിക്കണേ അല്ലാ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.